ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 3.5 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. പക്ഷെ അവരൊക്കെ പറയണത് നീ പറഞ്ഞ കാര്യം ഫേക്ക് ആണെന്ന്. അതേസമയം ഇന്നലെ ആമസോൺ ഫെസിലിറ്റി, ബഹ്റൈനിലുള്ള ആമസോൺ ഫെസിലിറ്റിക്ക് നേരെ ഒരു അറ്റാക്ക് നടന്നു. അതൊരു ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അപ്പൊ ഈ പറഞ്ഞത് ഫേക്ക് ആണ്. ഞാൻ വെറുതെ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കും. സോ റൂട്ടേഴ്സും ഫിനാൻഷ്യൽ ടൈംസും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഈ പറഞ്ഞ ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ട്. നിങ്ങൾക്കും പോയി നോക്കാനായിട്ട് പറ്റും. ബഹ്റൈനിലുള്ള ആമസോൺ ക്ലൗഡ് ഫെസിലിറ്റിയിലാണ് ഈ പറഞ്ഞ അറ്റാക്ക് നടന്നത്. കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ മിസൈൽസിന്റെ പാർട്സ് വന്ന് വീണ്, സ്ട്രീറ്റ്സിൽ മിസൈൽസിന്റെ പാർട്സ് വന്ന് വീണ് ഒരു ഇന്ത്യനും അതുപോലെ തന്നെ ഒരു പാകിസ്ഥാനിയും മരിച്ചു എന്നുള്ള ന്യൂസും ഉണ്ട്. സോ ട്രംപ് അതുപോലെ തന്നെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ട്രൂത്ത് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ. മൂപ്പര് പറയണത് ഇത്രയേ ഉള്ളൂ: ഇറാനെ സ്റ്റോൺ ഏജിലോട്ട് തള്ളുന്നു, അതുപോലെ തന്നെ ഇറാൻ സീസ് ഫയറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണമെന്നു. പക്ഷെ ഇറാന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സീസ് ഫയറിനെ കുറിച്ചുള്ള എല്ലാ ന്യൂസും, ഈ ട്രംപ് പറയുന്ന എല്ലാ ന്യൂസും ഫേക്ക് ആണ് എന്നാണ് ഇറാൻ പറയുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 18 കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന 18 അമേരിക്കൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരോ ഇല്ല അതിന് ചുറ്റുള്ളവരോ മാക്സിമം സൂക്ഷിക്കുക. കാരണം ആമസോണിൽ നടന്ന പോലെ ഒരു അറ്റാക്ക് നടക്കാൻ ഹൈ ചാൻസ് ആണ്. ഇത് പാനിക് ക്രിയേറ്റ് ചെയ്യല്ല, ഗ്ലോബലി നടക്കുന്ന ന്യൂസ് പല ആർട്ടിക്കിളിൽ നിന്നും ഗ്യാദർ ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ എത്തിക്കുന്നുണ്ട്. സോ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യുക. തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ഇപ്പം തന്നെ വെച്ചോ.